ഉയർന്നുകൊണ്ടിരിക്കുന്ന സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ അവരോട് സംസാരിക്കണം. കേവലം നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, ഈ നാടിന്റെ കുറെ ആവശ്യങ്ങളുണ്ട്, നാടിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർത്തി കാണിക്കുകയും അതിനെതിരായി രംഗത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായി നമുക്കിനിയും അതിവേഗം മാറേണ്ടതുണ്ട്. രാജ്യത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവും. ഇപ്പൊ 2-3 ദിവസമായിട്ട് നാട്ടിൽ ചർച്ച ചെയ്യുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ക്രിസ്ത്യൻ കന്യാസ്ത്രീകളെ ഹിന്ദു വർഗീയവാദികൾ പിടികൂടി അവരെ നിർബന്ധിത മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചു എന്ന പേരിൽ 2 കന്യാസ്ത്രീകളെ ജയിലിൽ. ഈ ക്രിസ്ത്യൻ സഭകൾക്ക് ഇടക്കാലത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇടക്കാലത്തൊരു സ്വഭാവം എന്ന് വെച്ചാൽ BJP ആണ് അവരെ രക്ഷ എന്ന് തോന്നിയ ആൾക്കാരാണ്. അടിക്കടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് നല്ലവണ്ണം ബോധ്യപ്പെടുന്നുണ്ട് BJP ഞങ്ങളുടെ ശത്രുവാണ്. BJP ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ശത്രുവാണ്. മുസ്ലിങ്ങൾക്കെതിരായി ചെയ്യുന്നതിലൊരു കയ്യും കണക്കുമില്ല. എന്ന് വെച്ചാൽ അവർക്ക് മതേതരത്വത്തിൽ ലെവലേശം വിശ്വാസമില്ലാത്തവരാണ്. നമ്മുടെ ഭരണഘടന തന്നെ മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. അത് മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, ഈ 3 പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത്. BJP നേതാക്കന്മാർ പറയുന്നത് അത് യഥാർത്ഥത്തിൽ അനാവശ്യമാണെന്ന്. നാട്ടിൽ ജനാധിപത്യം ആവശ്യമില്ല, നാട്ടിൽ മതേതരത്വം ആവശ്യമില്ല, ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി ഇന്ത്യ മാറണം എന്നുള്ള കാഴ്ചപ്പാട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ആവശ്യം? നമുക്ക് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി. അപ്പൊ അതിനെന്ത് വേണം? മനുഷ്യർക്കിടയിൽ വീഴ്ചയുണ്ടാക്കണം, മനുഷ്യർക്കിടയിൽ അകച്ചുണ്ടാക്കണം. ആ അകച്ചയുടെ രാഷ്ട്രീയക്കാർക്കെതിരായി നമുക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയക്കാർക്കെതിരായി നമുക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ ഇങ്ങനെ പോയാൽ ഏതാനും ദിവസത്തിനുള്ളിൽ തൊഴിൽ നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ അംഗീകരിക്കാൻ പറ്റും. ആ മാറ്റങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അപ്പട്ടി സാഹിബോട് പറഞ്ഞ മാതിരി കേരളത്തിലെ പക്ഷെ വടക്കേ ഇന്ത്യയിലെ കർഷക തൊഴിലാളി ബാധിക്കാൻ പോകും. കാരണം എന്താ വെച്ചാൽ കൃഷി എന്ന് പറയുന്നത് സാധാരണ കൃഷിക്കാർ ചെയ്തതിന് പകരം കോർപ്പറേറ്റ് മുതലാളിമാർ ഏറ്റെടുക്കാൻ പോകും. ഇന്ന് നമ്മുടെ തൊഴിലാളിയുടെ സമയത്ര, ജോലി സമയത്ര എത്രയാ സമയം? 12 മണിക്കൂർ. എവിടെ 12 മണിക്കൂർ? 8 മണിക്കൂറാണ് ജോലി സമയം. അത് നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്തതാണ്. ഈ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്താകെ നടന്ന സമരത്തിന്റെ ഭാഗമായി നേടിയെടുത്തതാണ്. എന്നാൽ ലോകത്ത് നിന്ന് പുതിയ മുദ്രാവാക്യം കോർപ്പറേറ്റുകൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്തിനാ ഈ 8 മണിക്കൂർ ആക്കുന്നത്? നിങ്ങൾ 10, 12, 14 മണിക്കൂർ വരെ ജോലി ചെയ്യും. ഞാൻ ഇന്ന് രാവിലെ ഒരു